ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ അങ്ങാടിപ്പുറം തിരുമാധാംകുന്ന് ക്ഷേത്രഭരണം പാരമ്പര്യ ട്രസ്റ്റി MC ശ്രീധരവർമ്മ രാജ ഏറ്റെടുത്തു. ക്ഷേത്രഭരണവുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് മലബാർ ദേവസ്വം ബോർഡ് സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളിയിരുന്നു. തുടർന്നാണ് ക്ഷേത്രഭരണം പാരമ്പര്യ ട്രസ്റ്റിക്ക് കൈമാറിയത്. അങ്ങാടിപ്പുറം തിരുമാധാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിന്റെ ഭരണ ചുമതലയുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രഭരണം പാരമ്പര്യ ട്രസ്റ്റിക്ക് കൈമാറി. മലബാർ ദേവസ്വം ബോർഡ് നിയമിച്ചിരുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ M വേണുഗോപാലിൽ നിന്നും പാരമ്പര്യ ട്രസ്റ്റി MC ശ്രീധരവർമ്മ രാജ ഔദ്യോഗികമായി ക്ഷേത്രഭരണം ഏറ്റെടുത്തു. ക്ഷേത്രം തന്ത്രി പന്തലക്കൂടത്ത് മന നാരായണൻ നമ്പൂതിരി, മുടപ്പിലപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ഹൈക്കോടതി ജഡ്ജ് വിജയകുമാർ എന്നിവരുടെയും വിവിധ സംഘടനാ പ്രതിനിധികളുടെയും ഭക്തജനങ്ങളുടെയും സാന്നിധ്യത്തിലാണ് ക്ഷേത്രഭരണം ഏറ്റെടുത്തത്. ക്ഷേത്രഭരണവുമായി ബന്ധപ്പെട്ട കേരള ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത മലബാർ ദേവസ്വം ബോർഡ് സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളിയിരുന്നു. തിരുമാധാംകുന്ന് ക്ഷേത്രത്തിലെ ട്രസ്റ്റി സ്ഥാനവും അവകാശങ്ങളുമായി ബന്ധപ്പെട്ട വള്ളുവനാട് രാജവംശം പ്രതിനിധി MC ശ്രീധരവർമ്മ രാജ നൽകിയ ഹർജിയിൽ ക്ഷേത്രത്തിന്റെ ഭരണ ചുമതല ട്രസ്റ്റിക്ക് കൈമാറണമെന്ന് കഴിഞ്ഞ മെയ് മാസത്തിൽ കേരള ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഈ വിധിക്കെതിരെ ദേവസ്വം ബോർഡ് കമ്മീഷണർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും സുപ്രീം കോടതി അപ്പീൽ തള്ളി. അതോടെ ഹൈക്കോടതി വിധി പൂർണ്ണമായും നിലനിൽക്കുന്നതായി. അങ്ങാടിപ്പുറം മാതാ അമൃതാനന്ദമയി മഠത്തിലെ ബ്രഹ്മചാരിണി ജ്യോതിർമയാമൃത ചൈതന്യ, ഹിന്ദു ഐക്യവേദി പ്രതിനിധി K ദാമോദരൻ, മലയരാജാവ് മുരളീധരൻ, തിരുമാധാംകുന്ന് ക്ഷേത്ര നാമജപ കൂട്ടായ്മ തുടങ്ങിയവർ ഭരണം ഏറ്റെടുത്തതിനു ശേഷം ട്രസ്റ്റിയെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ചടങ്ങിന് മുന്നോടിയായി ഭക്തരുടെ നാമജപ പ്രദക്ഷിണവും നടന്നു. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പൊന്നോണം വരവായി. ഓണാഘോഷങ്ങളെ വരവേൽക്കാൻ സ്കൈ ഗോൾഡും ഒരുങ്ങി. ഏവർക്കും സ്കൈ ഗോൾഡിന്റെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ.